എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPLലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പുതിയ സെൻസേഷണൽ താരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട പോരാട്ടമായിരുന്നു ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. IPLലേക്ക് ഒരു പുതിയൊരു താരോദയത്തിൻ്റെ പ്രകടനം നമ്മൾ ഇന്നലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരമായിരുന്നു മായങ്ക് യാദവ് എന്ന ഡൽഹി സ്വദേശി. 21 വയസ്സുള്ള യുവതാരത്തെ 20 ലക്ഷം രൂപ അടിസ്ഥാന വിലയായിട്ടുള്ള 20 ലക്ഷം രൂപയ്ക്കായിരുന്നു ലക്നൗ സൂപ്പർ ജയൻസ് ഫ്രാഞ്ചൈസി ഇത്തവണ IPL 2024 കൊണ്ടുവന്നത്. ഡെബ്യൂ മത്സരത്തിൽ തന്നെ, അതായത് ലക്നൗ സൂപ്പർ ജയൻസ് സീസണിലെ രണ്ടാം മത്സരമായിരുന്നു ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെ നടന്നത്. അദ്ദേഹത്തിൻ്റെ മായങ്ക് യാദവിൻ്റെ ഡെബ്യൂ മാച്ചായിരുന്നു. മത്സരത്തിൽ 4 ഓവർ എറിഞ്ഞ താരം 3 വിക്കറ്റും നേടി 27 റൺസ് മാത്രമേ വിട്ടു നൽകിയിട്ടു. പ്ലെയർ ഓഫ് ദ മാച്ചും മായങ്ക് തന്നെയാണ്. എന്നാൽ ഇതൊന്നുമല്ല എടുത്തു പറയേണ്ട കാര്യം, IPL ചരിത്രത്തിലെ 5ാമത്തെ വേഗതയേറിയ ബോളും ഒപ്പം ഈ IPL സീസണിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്തും ഇന്നലെ മായങ്ക് യാദവ് കുറിച്ചിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു യുവതാരം തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ കുറിച്ചത്. പഞ്ചാബ് കിങ്സിനെതിരെ 4 ഓവർ എറിഞ്ഞപ്പോൾ 27 റൺസ് മാത്രമാണെങ്കിൽ 3 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ജോണി ബെയർസ്റ്റോ, ജിതേഷ് ശർമ്മ, പ്രഭ്സിമരൻ സിംഗ് എന്നിവരെയായിരുന്നു മായങ്ക് യാദവ് ഇന്നലെ തൻ്റെ വേഗതയേറിയ പന്തുകൾ കൊണ്ട് പുറത്താക്കിയത്. IPL ചരിത്രത്തിലെ വേഗതയേറിയ 5ാമത്തെ പന്തും ഒപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്ത് 156 km/h എന്ന റെക്കോർഡ് കുറിച്ചാണ് മായങ്ക് യാദവ് ഇന്നലെ കളിക്കളം വിട്ടത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിലെ അവസാന പന്തായിരുന്നു ഈ IPL സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്ത് അദ്ദേഹം കുറിച്ച് 156 km/h ആയിരുന്നു ആ ഒരു പന്തിൻ്റെ വേഗത. ഒപ്പം അദ്ദേഹം നമുക്കറിയാം 4 ഓവറാണ് പന്താണ്. അത് 24 പന്തുകളും 140 മുകളിലായിരുന്നു താരം കൺസിസ്റ്റൻ്റായി എറിഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം 24 പന്തിൽ 8 ബോളുകൾ 150 മുകളിലും അദ്ദേഹത്തിന് സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു യുവതാരത്തെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഡ്രീം സ്റ്റാർട്ട് തന്നെയാണ് മായങ്ക് യാദവിന് ഇന്നലെ LSG ജേഴ്സി ലഭിച്ചിട്ടുള്ളത്. നമുക്ക് IPL ചരിത്രത്തിലെ വേഗതയേറിയ പന്തുകൾ നോക്കുകയാണെങ്കിൽ 2008 IPL സീസൺ, അതായത് IPLൻ്റെ പ്രഥമ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇതിഹാസ താരമായിരുന്ന ഷോൺ ടേറ്റ് ആയിരുന്നു 157.7 ഇതുവരെയും IPL ചരിത്രത്തിൽ ഭേദിക്കാത്ത ഏറ്റവും വേഗതയേറിയ പന്തെന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നിലവിൽ RCB താരമായിട്ടുള്ള ലോക്കി ഫെർഗൂസൺ, അതായത് KKR ജേഴ്സിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു 157.3 വേഗതയേറിയ രണ്ടാമത്തെ പന്ത്. ഉമ്രാൻ മാലിക് 157, ആൻഡ്രസ് നോർക്ക 156 എന്നിവരാണ് മായങ്ക് യാദവിന് തൊട്ട് മുകളിലുള്ള 4 പേർ. IPL ചരിത്രത്തിലെ വേഗതയേറിയ 5ാമത്തെ പന്താണ് ഇന്നലെ മായങ്ക് എറിഞ്ഞത് 156. അതോടൊപ്പം തന്നെ 8 തവണ 150 മുകളിലും സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ യുവതാരത്തെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. സോ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു ഭാവി വാഗ്ദാനമായി തന്നെ എടുത്ത് പറയാവുന്ന താരം തന്നെയാണ് മായങ്ക് യാദവ്. തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ IPL ചരിത്രത്തിലെ വേഗതയേറിയ 5ാമത്തെ പന്തും ഒപ്പം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും നേടാൻ മായങ്ക് യാദവിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. സോ കരുതിയിരിക്കുക എതിരാളികൾ, യുവതാരം LSG ജേഴ്സിയിലുള്ളിടത്തോളം കാലം അല്പം പ്രശ്നം തന്നെയായിരിക്കും ഈ ഒരു സ്പീഡിനെ അടിച്ച് പറത്താൻ.